ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകര അമരവിളയ്ക്ക് ഇടയ്ക്കായിട്ടുള്ള ഗ്രാമം ജംഗ്ഷനിലാണ്. ഇന്നത്തെ എപ്പിസോഡിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞൊരു പുതിയൊരു ഷോപ്പിന്, ഒരു വെറൈറ്റി ഒരു ഷോപ്പിനെ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചൂട് കാലത്ത് ഐസ്ക്രീം ഇഷ്ടപ്പെടാത്ത ആരുമില്ല. ഐസ് ബേ എന്ന് പറയുന്ന കമ്പനിയുടെ 102ാമത്തെ ബ്രാഞ്ച് നമ്മുടെ ഗ്രാമം ജംഗ്ഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ കടയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെറുതെ പറഞ്ഞതല്ല കേട്ടോ. 10 രൂപ മുതൽ 40 രൂപ വരെയാണ് ഐസ് ബേയിലെ റേറ്റ്. ഏകദേശം 45ഓളം വെറൈറ്റി സ്റ്റിക്ക് ഐസ്. ഇത് എവിടെയാണെന്നല്ലേ? നെയ്യാറ്റിൻകര അമരവിള റോഡിന് ഇടയിലായിട്ട് ഗ്രാമം എന്ന് പറയുന്ന ജംഗ്ഷനാണ് ഈ ഐസ് ബേയുടെ ബ്രാഞ്ച് ഉള്ളത്. ഐസ് ബേയുടെ തന്നെ 102ാമത്തെ ബ്രാഞ്ചാണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. തുടങ്ങിയിട്ട് 2 ആഴ്ച ആകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ആളുകൾ അറിഞ്ഞും കേട്ടും എത്തി തുടങ്ങിയിട്ടുണ്ട്. ഈ വേനൽക്കാലത്ത് എന്തായാലും 10 രൂപയുടെ ഐസ്ക്രീം നിങ്ങൾക്കും ഒന്ന് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇവിടുന്ന് തിരഞ്ഞെടുക്കാം. ഏകദേശം 45ഓളം വെറൈറ്റി ഫ്ലേവറുകൾ. ഫാമിലിയോടോ ഫ്രണ്ട്സിനോടൊപ്പമോ നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് ആസ്വദിച്ച് കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാഴ്സൽ വാങ്ങാം. വൈകുന്നേരമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരു ലൈറ്റിംഗ് ആംബിയൻസ് നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. സ്റ്റിക്ക് ഐസ് മാത്രമല്ല ഇവിടെ ഉള്ളത്, ഫാമിലി പാക്കുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ സെയിൽ ചെയ്യുന്നത് എല്ലാം ഐസ് ബേ കമ്പനിയുടെ ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ്. മെയിൻ റോഡിന്റെ സമീപമായതിനാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് യാത്രാ ബുദ്ധിമുട്ട് ഉണ്ടാവുകയോ പാർക്കിങ്ങിന് തടസ്സം നേരിടുകയോ ഇല്ല. ഇതുവഴി നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ വരാതിരിക്കില്ല, ഉറപ്പാണ്. ഈ ഷോപ്പ് എല്ലാ ദിവസവും 11 മണി മുതൽ 11 മണി വരെയാണ് പ്രവർത്തന സമയം. അതുപോലെ എല്ലാ ദിവസവും ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതുവഴി പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേ. സൂപ്പർ, അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ ഈ നെയ്യാറ്റിൻകര അമരവിള സൈഡിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക. എന്തായാലും നമ്മുടെ ഗ്രാമം ജംഗ്ഷനിൽ ഇങ്ങനൊരു ഷോപ്പുണ്ട്. ഈ അടുത്തുള്ള പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായിരുന്നാലും ഇതുവഴി കടന്നു പോകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഈ ഷോപ്പിൽ ഒരിക്കലെങ്കിലും ഇറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തൊരു വിശേഷമായിട്ട് നമ്മൾ പിന്നെയും കണ്ടുമുട്ടും. അതുവരേക്കും ബൈ ബൈ.